സിയിൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യും, കോൺസ്റ്റൻസിനെയും വേരിയബിൾസിനെയും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എന്താക്കി മാറ്റും, എക്സ്പ്രഷൻസിന്റെ ഫോമായിട്ട് മാറ്റും. ഓപ്പറേറ്റേഴ്സ്, കോൺസ്റ്റൻസ്, വേരിയബിൾസ്, ഫങ്ഷൻസ് ഇവയെല്ലാം ചേർന്നാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഒരു എക്സ്പ്രഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ നോക്കുക, a+b × 5. ഇതിൻ്റെ അകത്ത് പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് സിമ്പിൾസ് ആണ് ഇവിടെ കാണുന്നത്. ഇത് പ്ലസ്, ഇത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ്, ഇത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രയുണ്ട്, രണ്ട് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എയും ബിയും എന്താണ്, വേരിയബിൾസ് ആണ്. 5 എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള വേരിയബിൾസിന്റെയും കോൺസ്റ്റൻസിനെയും ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സിമ്പിൾസ് ആണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റേഴ്സ്, വേരിയബിൾസ്, കോൺസ്റ്റൻസ് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എക്സ്പ്രഷൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ a+b × 5 ഇത് എന്താണ്, ഒരു എക്സ്പ്രഷൻ ആണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ ഉണ്ട്, രണ്ട് വേരിയബിൾസ് ഉണ്ട്, പിന്നെ 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റും ഉണ്ട്. അപ്പൊ ഇതാണ് വേരിയബിൾസ്, കോൺസ്റ്റന്റ്, പിന്നെ ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത്. ഇനി സിക്കകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്നിലധികം ഓപ്പറേറ്റേഴ്സിനെ, അത് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. മെയിൻ ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ടെർണറി ഓപ്പറേറ്റർ എന്നും പറയും. ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ സിമ്പിൾസും കൂടി നമുക്ക് ഓപ്പറേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാത്തമാറ്റിക് കാൽക്കുലേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് പോലെയുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. തിരിച്ച് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, ഒരു വാല്യൂ, വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യാനായിട്ടാണ് എന്ത് സഹായിക്കുന്നത്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് സഹായിക്കുന്നത്. ഈക്വൽ ടു സിമ്പിൾ ആണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾസിന്റെ വാല്യൂവിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്. ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ബിറ്റ് വൈസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്ന ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. കണ്ടീഷൻസ്, ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടെർണറി ഓപ്പറേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ട്. ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, ഒരു വേരിയബിളിലെ വാല്യൂ കൂട്ടാനോ കുറയ്ക്കാനോ സഹായിക്കുന്ന, ഒന്ന് കൂട്ടാനോ ഒന്ന് കുറയ്ക്കാനോ സഹായിക്കുന്ന ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് നമുക്കുണ്ട്. പിന്നെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ആംപർസാൻഡ്, ആസ്ട്രിക്, ദെൻ സൈസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോന്ന് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ഇതിന്റെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ടാണ് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം എന്താണ്, പ്ലസ് അഡീഷന് സഹായിക്കുന്നതാണ് പ്ലസ്, മൈനസ് സബ്ട്രാക്ഷന് സഹായിക്കുന്നതാണ്. ഈ ഓപ്പറാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അഡീഷന് രണ്ട് വാല്യൂസ് വേണം അല്ലെ, a+b അല്ലെങ്കിൽ 5+7. ഈ 5ഉം 7ഉം ഒക്കെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമ്മൾ ഏത് വാല്യൂവിലാണോ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റേഴ്സ്, ഈ പ്ലസ് എന്നുള്ള ഓപ്പറേറ്റർ ഏത് വാല്യൂവിലാണോ വർക്ക് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ a+b എന്ന് നമ്മൾ എഴുതുവാണെങ്കിൽ
രണ്ട് വാല്യൂസ് വേണം അല്ലെ, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കൂട്ടുക. അപ്പം നമുക്ക് രണ്ട് ഓപ്പറാൻഡ്സ് വേണം. അപ്പം പ്ലസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഓരോന്ന് വാല്യൂസ് നമുക്ക് വേണം. ആ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറാൻഡ്സിന്റെ തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. യൂണറി ഓപ്പറാൻഡ്സിനെ ബേസ് ചെയ്തിട്ട് യൂണറി ഓപ്പറേറ്റർ ഉണ്ട്, ബൈനറി ഓപ്പറേറ്റർ ഉണ്ട്, ടേണറി ഓപ്പറേറ്റർ ഉണ്ട്. യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വാല്യൂ മാത്രം നമുക്ക് അവിടെ മതിയാവും. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്പറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ഓപ്പറാൻഡ്സ് വേണം. ടേണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓപ്പറാൻഡ്സ് വേണം. ഇതിനെയാണ് നമ്മൾ ഓപ്പറാൻഡ്സിന്റെ ബേസിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ബൈനറി ഓപ്പറേറ്റർ ആണ്. അപ്പം രണ്ട് വാല്യൂസ് നമുക്ക് വേണം. അത് അഡീഷന് സഹായിക്കുന്ന പ്ലസ് സിമ്പിൾ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷന് സബ്ട്രാക്ഷന് സഹായിക്കുന്ന മൈനസ് സിമ്പിൾ ഉണ്ട്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ട്, ഡിവിഷൻ എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ മോഡുലസ്. ഈ പെർസെൻറ്റേജ് കാണിച്ചിരിക്കുന്നത് നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയും. മോഡുലസ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിമൈൻഡർ, ഒരു ഡിവിഷൻ നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ കിട്ടും, നമ്മൾ ശിഷ്ടം എന്ന് പറയും അല്ലെ. ആ റിമൈൻഡർ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഓപ്പറേറ്ററാണ് മോഡുലസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4/2. 4/2 ആകുമ്പം അതിന്റെ ശിഷ്ടം എന്തായിരിക്കും, റിമൈൻഡർ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഈ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ റിമൈൻഡർ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്, അതിന്റെ ശിഷ്ടം കിട്ടുന്നത് 1 ആണ്. അപ്പൊ ആ രീതിയിൽ റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയും. പെർസെൻറ്റേജ് സിമ്പിൾ എന്ന് പറയുന്ന പേരാണ് മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇനി 2 തവണ പ്ലസ് എഴുതും, 2 തവണ മൈനസും എഴുതും. ഇതിനെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇത് യൂണറി ഓപ്പറേറ്റർ ആണ്. ഇതിന് ഒരു വാല്യൂ മതിയായിരിക്കും. അപ്പൊ നമ്മൾ പ്ലസ് എ എന്ന് എഴുതുവാണെങ്കിൽ ആ എയിൽ കിടക്കുന്ന വാല്യൂവിന് 1 ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ അതിൽ കിടക്കുന്ന വാല്യൂ 6 ആണെങ്കിൽ അത് 1 ഇൻക്രിമെന്റ് ചെയ്ത് 7 ആവും. അതാണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഒരു ഒറ്റ അതിൽ കിടക്കുന്ന വാല്യൂവിന്റെ കൂടെ 1 ആഡ് ചെയ്യും, അതാണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. അതിൽ കിടക്കുന്ന വാല്യൂവിന്റെ കൂടെ 1 സബ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ബട്ട് ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഒരു വാല്യൂ അതിന്റെ ഇപ്പൊ എ ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു a+1 നമ്മൾക്ക് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി, പ്ലസ് എ എന്ന് എഴുതിയാൽ മതി. ഈ പ്ലസ് എ എന്ന് പറയുന്നതും എ ഈസ് ഈക്വൽ ടു a+1 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. അതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് പറയാനുള്ളത്. അടുത്തത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു എന്തിനാണ്, വാല്യൂസ് അല്ലെ, രണ്ട് ഓപ്പറാൻഡ്സിന്റെ വാല്യൂസ് കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡബിൾ ഈക്വൽ ടു ആണ് എഴുതുന്നത് കേട്ടോ. 2 തവണ ഈക്വൽ ടു സിമ്പിൾ എഴുതണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിൾസിന്റെ വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ കൊടുക്കുന്നത്. അപ്പം എ ഇസ് ഈക്വൽ ടു ബി, കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ, എയിൽ കിടക്കുന്ന വാല്യൂ ബിയിൽ കിടക്കുന്ന വാല്യൂ സെയിം ആണോ എന്ന് കണ്ടീഷൻ ആയിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഡബിൾ ഈക്വൽ ടു കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഒരു ഈക്വൽ ടു ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പറേറ്റർ ഉണ്ട്. ഈ നോട്ട് ഈക്വൽ ടു ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് സിമ്പിൾ കൊടുക്കേണ്ടത്. ഓക്കെ, നോട്ട് ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ചെക്ക് ചെയ്യാനുള്ള സിമ്പിൾ ഉണ്ട്, ലെസ് ദാൻ ചെക്ക് ചെയ്യാനുള്ള സിമ്പിൾ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഉണ്ട്. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആണെങ്കിൽ ആദ്യം ഗ്രേറ്റർ ദാൻ്റെ സിമ്പിൾ എഴുതുക, എന്നിട്ട് ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക. ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ്റെ സിമ്പിൾ എഴുതുക, എന്നിട്ട് ഇസ് ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ കൊടുക്കുക. അപ്പൊ ഇത്രയാണ് എന്ത് പറയുന്നത്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ലോജിക്കൽ ഓപ്പറേറ്റർ കൊടുക്കുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റർ 3 തരത്തിലുണ്ട്. ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, ലോജിക്കൽ നോട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതൊന്നും എന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പം എയിൽ കിടക്കുന്ന വാല്യൂ 1 ആണ്, ബിയിൽ കിടക്കുന്ന വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. എ ആൻഡ് ബി എന്നാണ് ഈ ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എയിൽ എന്ത് വാല്യൂ ആണ്, 1 ആണ്,
ബിയിൽ എന്താണ് 0 ആണ്. അപ്പം ആൻഡിൽ എയുടെയും ബിയുടെയും വാല്യൂ 1 ആണെങ്കിൽ മാത്രമേ അതെന്ത് റിട്ടേൺ ചെയ്യത്തുള്ളൂ, ട്രൂ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. എയിലെയും ബിയിലെയും, അത് ബൈനറി ഓപ്പറേറ്റർ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. എയിലെയും ബിയിലെയും വാല്യൂ 1 ആണ്. എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ട്രൂ ആണെങ്കിൽ, എയിലെ വാല്യൂ ട്രൂ, ബിയിലെ വാല്യൂ ട്രൂ ആണെങ്കിൽ മാത്രമേ അത് എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ, ട്രൂ വാല്യൂ അല്ലെങ്കിൽ 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ഇവിടെ എയിൽ എന്താണ് 1 ആണ്, ബിയിൽ എന്താണ് 0 ആണ്. ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്, അത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. സാധാരണ 1 0 അല്ല. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ് അതിൻ്റെ അർത്ഥം, 0 എന്ന് പറഞ്ഞാൽ ഫോൾസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഒന്ന് 1ഉം ഒന്ന് 0ഉം ആണ്. അപ്പം ആൻഡിൽ എങ്ങനെയാണ്, രണ്ട് വാല്യൂ 1 വന്ന ട്രൂ വന്നാലേ അത് ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ഇപ്പം ഇവിടെ ഒരു 1ഉം ഇവിടെ ഒരു 0ഉം ആയതുകൊണ്ട് അത് ഏത് വാല്യൂ റിട്ടേൺ ചെയ്യും, ഫോൾസ് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഓർ ആണെങ്കിൽ ഈ രീതിയിലാണ് ഓറിൻ്റെ സിമ്പിൾ കൊടുക്കുന്നത്. 2 ബാർ ചേർന്ന് വരുന്നതാണ് ഓറിൻ്റെ സിമ്പിൾ. അപ്പോൾ ഓർ എന്തായിരിക്കും, ഓറിൽ എയുടെയോ ബിയുടെയോ ഏതെങ്കിലും ഒരു വാല്യൂ 1 ആയാൽ അത് 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ആൻഡിൽ എങ്ങനെയാണ്, രണ്ടും ഒരുമിച്ച് 1 ആയാലേ 1 ട്രൂ എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ഇവിടെ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് 1 ആയാൽ മതി ഓറിൽ. അപ്പോൾ എയുടെ വാല്യൂ എന്താണ് 1 ആണ്, ബിയുടെ വാല്യൂ 0. അപ്പോൾ നമുക്ക് ഒരു 1 ഇവിടെ കിടപ്പുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഓർ എന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ എന്നുള്ള വാല്യൂ, അതായത് 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഇതിൽ ലോജിക്കൽ ഓപ്പറേറ്ററിൽ ട്രൂവിനെ കാണിക്കാനായിട്ട് നമ്മൾ 1 ഉപയോഗിക്കും, ഫോൾസിലെ കാണിക്കാനായിട്ട് നമ്മൾ 0 ഉപയോഗിക്കും. അപ്പം ഈ രണ്ട് വാല്യൂം 1 അല്ലെങ്കിൽ രണ്ട് വാല്യൂം ട്രൂ ആണെങ്കിൽ മാത്രമേ അത് ട്രൂ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. രണ്ട് വാല്യൂ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഓറിൽ എന്തായിരിക്കും, വാല്യൂ ട്രൂ ആയിരിക്കും. നോട്ടിൽ എയുടെ വാല്യൂ 1 ആണ്, അതെങ്കിൽ എയുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ നോട്ട് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, ഫോൾസ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിയുടെ വാല്യൂ 0 ആണ്, ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ അത് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അതിൻ്റെ കോംപ്ലിമെൻറ്റ്. ബിയിൽ ഇപ്പോൾ കിടക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. എയുടെ വാല്യൂ 1 ആണ്, അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അത് നേരെ തിരിച്ച് ഉള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നോട്ട് നെഗേഷൻ എന്നാണ് അതിൻ്റെ മീനിങ്, നെഗേഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് നെഗേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എയിൽ കിടക്കുന്ന വാല്യൂ ട്രൂ അല്ലെങ്കിൽ 1 ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, 0 അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ബിയിൽ കിടക്കുന്ന വാല്യൂ 0 ആണ്, അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന ഏത് വാല്യൂ ആയിരിക്കും, 1 വാല്യൂ ആയിരിക്കും. 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോൾസ് ആണ്, അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്, ട്രൂ ആണ്. അപ്പോൾ അതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് ലെവലിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് കൊടുക്കുന്നത്. എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. ബിറ്റ് വൈസ് ആൻഡ് ഉണ്ട്. നമ്മൾ നേരത്തെ ആൻഡ് പറഞ്ഞപ്പോൾ 2 തവണ ഈ ആമ്പർസാൻഡ് സിമ്പിൾ എഴുതുമായിരുന്നു. പക്ഷെ ബിറ്റ് വൈസ് ആൻഡ് ആണെങ്കിൽ ഒരു തവണ എഴുതിയാൽ മതി. ദെൻ ബിറ്റ് വൈസ് ഓർ ഉണ്ട്, ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ ഉണ്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ഇത് ബൈനറി ഡാറ്റയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി നമ്പേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് 0യും 2ഉം 0 ആണെങ്കിൽ ആൻഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോറി, 2 0 ആണെങ്കിൽ ആൻഡ് 0 ആയിരിക്കും. 1 0യും 1 1ഉം ആണെങ്കിൽ ആൻഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ 1 0യും 1 1 ആണ്, അതുകൊണ്ട് ആൻഡ് 0 ആണ്. 2ഉം 1 ആവുന്ന കേസിൽ മാത്രമേ ആൻഡ് എന്താവത്തുള്ളൂ, 1 ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ആൻഡിൽ എന്താണ്, ആൻഡിന് 2 ഓപ്പറാൻസ് ഉണ്ടാവും, എയും ബിയും രണ്ടും ഒരുമിച്ച് 1 ആയാൽ മാത്രമേ ആൻഡ് എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ, 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ഓറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചാണ്, ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ 1 ആയാൽ ആ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 0 0 0 1 ഒരെണ്ണത്തിൻ്റെ വാല്യൂ 1 ആണ്, അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്, 1 ആണ്. ഇനി 1 0 എന്ന് പറയുമ്പോൾ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ 1 1 1 ആണെങ്കിൽ 1. അപ്പം ആൻഡ് എന്ന് പറഞ്ഞാൽ ഇതും അതും രണ്ടും ട്രൂ ആയാൽ മാത്രമേ ആൻഡിൻ്റെ വാല്യൂ എന്താവത്തുള്ളൂ, 1 ആവത്തുള്ളൂ. 1 ട്രൂ എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. 0യും ഫോൾസ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്.
അപ്പം ആൻഡിന്റെ കേസിൽ രണ്ടും ഒരുമിച്ച് 1 ആയാൽ മാത്രമേ ഇത് 1 ആവത്തുള്ളൂ. ഇതും സാറ്റിസ്ഫൈ ചെയ്യണം, അതും സാറ്റിസ്ഫൈ ചെയ്യണം, എങ്കിലേ 1 ആവത്തുള്ളൂ. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലെങ്കിൽ അത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് 1 ആയാൽ ഓറിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് നോട്ടാണ്, സോറി, ഇത് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയും. അതായത് രണ്ടും 0 ആയാൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0, രണ്ടും 1 ആയാൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0. ഇതിലേതെങ്കിലും ഒന്ന് 1 ആയാൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 1. അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ വേറൊരു ടോപ്പിക്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നതാണ്. ഇത്രമാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിമ്പിളും ഒരേപോലെ വന്നാൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0, രണ്ടും വ്യത്യസ്തമായിട്ട് വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 1 ആയിരിക്കും. അത്ര ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ എയും ബിയും ഒരേപോലെയാണ്, 0 ആണ്, അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0. ഇവിടെ 1 ഉം 1 ഉം ഒരേപോലെയാണ്, അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0. ഇത് 1 0 1 1 വ്യത്യസ്തമാകുമ്പം അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈനറി ഡാറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ലെഫ്റ്റിലേക്കും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇത് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് എയിൽ കിടക്കുന്ന വാല്യൂ 0 0 0 1 0 0 0 ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഇവിടെ ബിയിൽ കിടക്കുന്ന വാല്യൂ 2 ആണ്. അപ്പൊ എ 2 അല്ലെ, ഇവിടെ എ ലെഫ്റ്റ് ഷിഫ്റ്റ് 2. ലെഫ്റ്റ് ഷിഫ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന വാല്യൂ അല്ലെ, ഈ വാല്യൂ 2 പൊസിഷൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബിറ്റ് പൊസിഷൻ 2 എണ്ണം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇവിടെ 0 0 0 1 0 0 0 ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഒരു ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലേക്ക്, 2 ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം ആദ്യത്തെ 2 സീറോയും എന്ത് ചെയ്യും? മാറിപ്പോകും. 0, ഞാനിതൊരു ടേബിൾ വരച്ച് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പം ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇതൊരു 1, ഇതൊരു 0 എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പം ഇപ്പം ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ബിറ്റ് പൊസിഷൻ ആണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 0 പുറത്തേക്ക് പോകും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നോക്കുക, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം ഈ 0 പുറത്ത് പോകും. ഈ 1 എന്ത് ചെയ്യും? ഒരു ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലേക്ക് വരും, അപ്പോൾ ആ 1 അവിടെ വരും. ഇനി ഈ 1 ഉണ്ട് അല്ലേ, ഈ 1 എന്ത് ചെയ്യും? ഒരു ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഒരു ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും? ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും. ഇനി ഇത് 0 ഉണ്ട്, ഈ 0 ഒരു ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും? നേരെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക്, തൊട്ട് മുന്നത്തെ സെല്ലിലേക്ക് വരും. അപ്പോൾ 0. ഇനി ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? 0 ഉപയോഗിച്ച് ഫില്ല് ചെയ്യും. ഇതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഈ 1 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഈ 1 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇവിടെ കിടക്കുന്ന ഈ 1 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഇവിടെ നമ്മൾ കിടക്കുന്ന വാല്യൂ b = 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. എത്ര ബിറ്റ് പൊസിഷൻ വേണമെങ്കിലും നമുക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം ഇതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് തൊട്ട് മുന്നത്തെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറിപ്പോവും, നീങ്ങി പോകുന്ന പോലെ. അതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്തുണ്ട്? റൈറ്റ് ഷിഫ്റ്റും ഉണ്ട്. റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? നേരെ
തിരിച്ചു വരും അല്ലെ. ഒരു ബിറ്റ് പൊസിഷൻ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇത് തന്നെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ഞാൻ രണ്ട് വാല്യൂസ് ചുമ്മാ കൊടുക്കാം. ആദ്യം കണ്ട വാല്യൂ എന്തായിരുന്നു, 0 1 1 0 ആയിരുന്നു അല്ലെ. റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ കിടക്കുന്ന 0 എങ്ങോട്ട്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കിടക്കുന്നത് 0 എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഈ 1 എവിടെ വരും, തൊട്ട് മുന്നത്തെ സെല്ലിലേക്ക് വരും. ഇവിടുത്തെ 1 എന്ത് ചെയ്യും, തൊട്ട് മുന്നത്തെ സെല്ലിലേക്ക് വരും. ഈ 0 എന്ത് ചെയ്യും, ഇവിടെ വരും. ഇതാണ് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ഒരു ബിറ്റ് പൊസിഷൻ ലെഫ്റ്റിലേക്കും ഒരു ബിറ്റ് പൊസിഷൻ റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്നു, തൊട്ട് മുന്നത്തെ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നു. ഇത് ഇങ്ങോട്ടേക്ക് വന്നു, ഈ ബിറ്റ് പൊസിഷൻ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക്. ഇനി ഇവിടെ ഒരു സ്പേസ് ഫ്രീ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ എടുത്ത് മാറ്റിയ ഇത് പുറത്തേക്ക് പോകുന്നു പറഞ്ഞു അല്ലെ. ഈ പുറത്തേക്ക് പോയ സാധനത്തിനെ കൊണ്ട് ഇവിടെ ഫില്ല് ചെയ്യാം, അതല്ലെങ്കിൽ 0 കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഇതാണ് ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ബൈനറിയിലെ ബിറ്റ് വൈസ് ആണ്, ഓരോ ബിറ്റിലാണ് നമ്മൾ നോക്കുന്നത്. ഓരോ ബിറ്റ് വൈസ് വെച്ച് ഓരോ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാം, ഓരോ ബിറ്റ് വെച്ച് ഓരോ പൊസിഷനെ നമുക്ക് റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ഓപ്പറേറ്റേഴ്സും നമുക്ക് ഉണ്ട്. ഇനി അടുത്തത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താണ്, അസൈൻ ചെയ്യാനാണ്, എക്സ്പ്രഷന്റെ വാല്യൂ അസൈൻ ചെയ്യാനാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്ററിലേക്ക് അസൈൻ ചെയ്യും. അപ്പൊ നമ്മൾ അസൈൻ എന്ന് പറഞ്ഞപ്പോൾ ഈക്വൽ ടു പറഞ്ഞു അല്ലെ. കമ്പാരിസൺ ആണെങ്കിൽ 2 തവണ ഈക്വൽ ടു സിമ്പിൾ കൊടുക്കണം. വെറുതെ ഒരു തവണയാണ് കൊടുക്കുന്നതെങ്കിൽ അത് അസൈൻമെന്റ് ആണ്. ഇപ്പൊ ബിയിൽ കിടക്കുന്ന വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യും. അതായത് റൈറ്റ് സൈഡിൽ കിടക്കുന്നതിന്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിലുള്ളതിലേക്ക് അസൈൻ ചെയ്യും. അതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കമ്പാരിസൺ ആണെങ്കിൽ 2 തവണ ഈക്വൽ ടു എഴുതണം. കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ 2 തവണ ഈക്വൽ ടു എഴുതണം. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് ഷോർട്ട് ഫോംസ് ഉണ്ട്. എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പകരം നമുക്ക് എന്ത് എഴുതാം, പ്ലസും ഈക്വൽ ടു മാത്രം നമുക്ക് മതിയാവും. കാരണം ഒരു സൈഡ് എന്താണ്, വാല്യൂ സെയിം ആണ് അല്ലെ. എയിൽ കിടക്കുന്ന വാല്യൂവിന്റെ കൂടെ ബി ആഡ് ചെയ്ത് വാല്യൂ തിരിച്ച് എവിടെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എയിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരികയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എ പ്ലസ് ഇസ് ഈക്വൽ ടു ബി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എ പ്ലസ് ഇസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ എ മൈനസ് ബി ആണെങ്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിലും ഇതേ എ ഇസ് ഈക്വൽ ടു എ മൈനസ് ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, എ മൈനസ് ബി മൈനസ് ഇസ് ഈക്വൽ ടു ബി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതേപോലെ തന്നെ എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി എന്ന് വേണമെങ്കിൽ, ഷോർട്ട് ഫോം ആണ്, അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇതുപോലെ ഷോർട്ട് ഫോംസിൽ നമുക്ക് എഴുതാം. എ ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, എ ഡിവൈഡഡ് ഇസ് ഈക്വൽ ടു ബി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ആ ഓപ്പറേറ്റേഴ്സ് മാത്രം ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞ് ഇത് തെറ്റല്ല. അതിന്റെ അർത്ഥം എന്താണ്, എ ഇസ് ഈക്വൽ ടു അല്ലെ എയിൽ കിടക്കുന്ന വാല്യൂവിന്റെ കൂടെ ബിയിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് തിരിച്ച് റിസൾട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എയിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ട്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു പറഞ്ഞു. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ടുള്ള നമുക്ക് ഓപ്പറേറ്റർ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പേര് പറയും, ടേണറി ഓപ്പറേറ്റർ എന്ന് നമ്മൾ അതിനെ പറയും. അപ്പൊ കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടേണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേണറി എന്ന് പറഞ്ഞത് 3 ഓപ്പറാൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ എക്സ്പ്രഷൻ 1, എക്സ്പ്രഷൻ 2, എക്സ്പ്രഷൻ 3 എന്ന് കാണിച്ചിരിക്കുന്നതാണ് ഇതിന്റെ ഓപ്പറാൻസ്. അപ്പൊ ഇവിടെ ഇതിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടായിരിക്കും, ഇവിടെ ഒരു കോളനും ഉണ്ടായിരിക്കും. ആദ്യത്തെ എക്സ്പ്രഷൻ എഴുതിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടാവും, രണ്ടാമത്തെ എക്സ്പ്രഷൻ എഴുതിയിട്ട് ഒരു കോളനും ഉണ്ടായിരിക്കും, എന്നിട്ട് മൂന്നാമത്തെ എക്സ്പ്രഷൻ എഴുതും. അതാണ് അതിന്റെ സിമ്പിൾ അല്ലെങ്കിൽ സിന്റാക്സ്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ഈ നടുക്ക് കിടക്കുന്നത് വാല്യൂ റിട്ടേൺ ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ മൂന്നാമത് കിടക്കുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. എക്സ്പ്രഷൻ 2 റിട്ടേൺ ചെയ്യും ട്രൂ ആണെങ്കിൽ, ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 റിട്ടേൺ ചെയ്യും. ആ രീതിയിലാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ 4 അവിടെ എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. 4 > 5. ഓക്കെ,
ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ദെൻ 1 കൊടുത്തിട്ടുണ്ട്, അടുത്തത് കോളം കൊടുത്തിട്ടുണ്ട്, 0 കൊടുത്തിട്ടുണ്ട്, 0. അപ്പൊ ഈ രീതിയിലാണ് ടേണറി ഓപ്പറേറ്റർ എഴുതുന്നതെന്ന് വിചാരിക്കും. ഈ രീതിയിൽ നമുക്ക് ടേണറി ഓപ്പറേറ്റർ എഴുതാം. അപ്പം ഇത് 4 > 5 ഒരു എക്സ്പ്രഷൻ ആണ്, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, അത് കഴിഞ്ഞ് 1 ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് എഴുതാം, കുഴപ്പമില്ല. അടുത്ത 1 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്, അടുത്തത് 0 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇത് എന്ത് ചെയ്യും, 4 > 5 ആണോ എന്ന് നോക്കും. 4 > 5 ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ നടുക്കിടക്കുന്ന രണ്ടാമത് കിടക്കുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ മൂന്നാമത് കിടക്കുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പൊ ഇവിടെ 4 > 5 അല്ലെ, ഇതെന്താണ്, ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ് അല്ലെ. 4 > 5 എന്നുള്ളത് തെറ്റാണ്. അപ്പൊ കണ്ടീഷൻ മൂന്നാമത് കിടക്കുന്ന വാല്യൂ 0 എന്നുള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈ രീതിയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ടേണറി ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 14 > 5 ആയിരുന്നെങ്കിൽ ഇത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഏത് വാല്യൂ റിട്ടേൺ ചെയ്യും, 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഇപ്പൊ ഒരു കണ്ടീഷൻ, നമ്മൾ ഇഫ് എൽസ് പഠിച്ചില്ലായിരുന്നു, ഇഫ് എൽസ് പോലെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ടേണറി ഓപ്പറേറ്റർ കൊടുക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത് സ്പെഷ്യൽ ഓപ്പറേറ്റർ ഉണ്ട്. സ്പെഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉണ്ട്. സൈസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിന്റെ സൈസ് റിട്ടേൺ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സൈസ് ഓഫ് ഓപ്പറേറ്റർ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഇന്റീജറിന്റെ സൈസ് 2, ഫ്ലോട്ടിന്റെ സൈസ് 4, ക്യാരക്ടറിന്റെ സൈസ് 1 എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു വേരിയബിളിന്റെ സൈസ് റിട്ടേൺ ചെയ്യാനായിട്ടാണ് നമ്മൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ കൊടുക്കുന്നത്. ഇനി ആംബർസാൻഡ് സിമ്പിൾ ഉണ്ട്. ആംബർസാൻഡ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. ഒരു വേരിയബിളിന്റെ അഡ്രസ് റിട്ടേൺ ചെയ്യാനായിട്ടാണ് നമ്മൾ ആംബർസാൻഡ് ഓപ്പറേറ്റർ കൊടുക്കുന്നത്. ഇനി പോയിന്റർ വേരിയബിൾ ഉണ്ട്. പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റർ നമ്മൾ ലാസ്റ്റ് പിന്നീട് പഠിക്കും. ഒരു പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റാർ എന്നുള്ളത്, ആസ്ട്രിക് എന്നുള്ളതൊക്കെ വാല്യൂ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഓപ്പറേറ്റേഴ്സ്. ഇനി അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല, ഇൻക്രിമെന്റ് ഡിക്രിമെന്റും വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ സിന്റാക്സ് ഇതുപോലെ ആയിരിക്കും, ++i മൈനസ് മൈനസ് എന്നൊക്കെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഇപ്പൊ ഐയിൽ കിടക്കുന്ന വാല്യൂ 5 ആണെങ്കിൽ ++i എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, 6 ആയിരിക്കും. അതേപോലെ തന്നെ ഐയിൽ കിടക്കുന്ന വാല്യൂ 6 ആണെങ്കിൽ -6 എന്ന് പറയുമ്പോൾ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും, 5 എന്നുള്ള വാല്യൂ കിട്ടും. അത് ഈ രീതിയിൽ ++ എന്നുള്ളത് ആദ്യവും കൊടുക്കാം, ++ എന്നുള്ളത് അവസാനവും കൊടുക്കാം. രണ്ട് രീതിയിൽ കൊടുക്കാം. ഇത് പ്രിഫിക്സ് പോസ്റ്റ് ഫിക്സ് എന്ന് പറയും. രണ്ടും വ്യത്യാസമാണ്, രണ്ടും ഒരേപോലെ അല്ല. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ഞാനത് കാണിച്ചു തരാം. അത് യൂസ് ദെൻ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ സിയുടെ പ്രോഗ്രാം പഠിക്കുമ്പോൾ അത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, പിന്നെന്താണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ, അരിത്തമെറ്റിക്, അസൈൻമെന്റ്, റിലേഷണൽ, ലോജിക്കൽ, ബിറ്റ് വൈസ്, കണ്ടീഷണൽ, ഇൻക്രിമെന്റ് ഡിക്രിമെന്റ്, പിന്നെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഓപ്പറേറ്റേഴ്സിന്റെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് അടുത്തതുണ്ട്. ഓക്കെ, താങ്ക് യു.